ഹലോ. ഭാരതീയ ന്യായ സംഹിതയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 2023 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, അതുപോലെ ഭാരതീയ സാക്ഷ്യാധീനിയം, ഇതിനെക്കുറിച്ചൊരു ഇൻട്രോഡക്ടറി ഡിസ്കഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത്. അതുവഴി മറ്റ് ഇന്ത്യൻ നിലവിലുണ്ടായിരുന്ന മറ്റ് 3 നിയമങ്ങൾ റിപ്പീലായ വിവരവും അതുപോലെ തന്നെ അതിൻ്റെ ബില്ലുകൾ എന്തൊക്കെ അവതരിപ്പിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഒരു പ്രീ ഹിസ്റ്ററി കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ലോ കമ്മീഷന്റെ നിയമനവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത, അതിൻ്റെ ഒരു ക്ലാസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഈ 3 നിയമങ്ങളെക്കുറിച്ച് ഒരു പ്രാഥമിക വിവരണമാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ ഭാരതീയ ന്യായ സംഹിത പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ കീ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ടൈം ലൈൻ. ഭാരതീയ ന്യായ സംഹിത 2023 നിയമമാണ്. അത് 45/2023 ആണ്. ആ നിയമത്തിന്റെ നമ്പർ 45 ആണ്, അല്ലേ? 45/2023 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഈ ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടാനുള്ള 3 നിയമങ്ങൾ ആദ്യമായിട്ട് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് 11/8/2023 3 ബില്ലുകൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ലോക്സഭ 11/8/2023 ആഭ്യന്തരമന്ത്രി അമിത്ഷാണ് അവതരിപ്പിക്കുന്നത്. അത് ഭാരതീയ ന്യായ സംഹിത 2023 എന്ന് പറഞ്ഞ ബില്ല് തന്നെയാണ്. എന്നാൽ പിന്നീട് അത് വിഡ്രോ ചെയ്തു, അല്ലേ? വിഡ്രോ ചെയ്തിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അത് 12/12/2023 രണ്ടാമത് സെക്കൻഡ് സംഹിത എന്ന പേരിൽ അവതരിപ്പിച്ചത്. ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിത 2023 എന്നുള്ള പേരിലൊരു ബില്ല് 12/12/2023 ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 20/12/2023. ഈ തീയതികളൊക്കെ ചോദിക്കാം. ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 12/12/2023. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത വിവരം തന്നെയാണിത്. ലോക്സഭ പാസ്സാക്കിയത് 20/12/2023. അടുത്ത ദിവസം തന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും രാജ്യസഭ അതേ ദിവസം തന്നെ അത് പാസ്സാക്കുകയും ചെയ്തു. രാജ്യസഭ 21/12/2023 പാസ്സാക്കി. പ്രസിഡന്റിന്റെ അസന്റിന് അയക്കുകയും അതേ തുടർന്ന് 25/12/2023 പ്രസിഡന്റ് ഈ ബില്ലിന് അനുമതി കൊടുക്കുകയുണ്ടായി. 25/12/2023 തന്നെ അന്നേ ദിവസം തന്നെ ഈ നിയമം നോട്ടിഫൈ ചെയ്തു. 45/2023 നമ്പറായിട്ട് 25/12/2023 തന്നെ ഗസറ്റ് നോട്ടിഫൈ ചെയ്തു. എന്നാൽ ഈ നിയമം നടപ്പാക്കുന്നത് 1/7/2024 മുതലാണ്. കാരണം ആ നിയമത്തിന്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, പ്രിലിമിനറി തന്നെ പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഈ നിയമം എന്ന് മുതൽ നടപ്പാക്കണം എന്ന് സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതാണ്. അതുപ്രകാരം 23/2/2024 ഹോം അഫയേഴ്സിന്റെ മിനിസ്ട്രി ഒരു എക്സ്ട്രാ ഓർഡിനറി ഗസറ്റായിട്ട് ഈ നിയമം 1/7/2024 മുതൽ നിലവിൽ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കുണ്ടായി. എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് നമ്പർ 811 അതിന്റെ നമ്പർ. ഗസറ്റ് നമ്പർ 811 23 ഫെബ്രുവരി 2024 ഈ നിയമം 1/7/2024 മുതൽ ഇന്ത്യയിൽ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാവും എന്ന് പറഞ്ഞിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ എടുത്തത്. എന്നാൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ 811 ഡേറ്റഡ് 23/2/2024. എന്നാൽ ഇതിൽ ഒരു സെക്ഷൻ 106(2) എന്ന് പറഞ്ഞ സെക്ഷൻ പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല. 106(2) എന്ന് പറഞ്ഞാല് ഒരു വാഹനാപകടത്തിൽ ഒരാളിനെ ഇടിച്ചിട്ടിട്ട് പ്രഥമ ശുശ്രൂഷയും മറ്റും കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യുന്നതാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന കഴിഞ്ഞാൽ. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഗവൺമെന്റ് മുൻഭാഗത്ത് വരികയുണ്ടായി. അതുകൊണ്ട്
106(2) തൽക്കാലത്തേക്ക് നടപ്പിലാക്കേണ്ടെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് പിന്നീട് നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. ഏത് വകുപ്പാണ്? 106(2) എന്ന് പറയുന്ന വകുപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം 1/7/2024 മുതൽ ഓപ്പറേറ്റീവായി. All the sections except section 106 subsection 2 came into force on 1st July 2024. അപ്പൊ ഇനി നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് BNS ടോട്ടൽ എത്ര സെക്ഷൻസ് ഉണ്ട്, അതുപോലെ IPC എത്ര സെക്ഷൻസ് ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് IPC 511 സെക്ഷൻസ് ഉണ്ടെന്നല്ലേ. BNS അത് 358 സെക്ഷൻസ് ആയി കുറഞ്ഞു. ഇപ്പൊ 358 സെക്ഷൻസേ ഉള്ളൂ. അപ്പൊ 511 358 പോയി കഴിഞ്ഞാൽ 15 8 പോയിട്ട് 3, 10 5 പോയിട്ട് 5, 5 4 3 പോയിട്ട് 153 സെക്ഷൻസ് വരെ കുറഞ്ഞിട്ടുണ്ട്. 8 3 11 ശിഷ്ടം 1 5 10 11 3 5. ടോട്ടലി നോക്കുമ്പോഴേ ലാസ്റ്റ് നമ്പർ ഇപ്പൊ 358 ഉള്ളൂ കേട്ടോ. 511 സെക്ഷൻസ് ഉണ്ടായി. യഥാർത്ഥത്തില് ഈ 511 സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ IPC ഇപ്പൊ ഡെഫിനിഷൻസ് 8 മുതൽ 53 ക്യാപിറ്റൽ വരെ അങ്ങനെ ഓരോ നമ്പറായിട്ടാണ് കൊടുത്തിരുന്നത്, ഓരോ സെക്ഷനായിട്ടാണ്. ഇപ്പൊ ഉദാഹരണം ഒരു ഏതെങ്കിലും ഒരു ഒഫൻസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു സെക്ഷനിലായിരിക്കും, പണിഷ്മെന്റ് അടുത്തൊരു സെക്ഷനിലാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അതൊക്കെ സബ് സെക്ഷനായി മാറ്റി. ഈ 511 കൂടുതൽ സെക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ മെയിൻ സെക്ഷൻസ് 358 കുറയ്ക്കുകയും ബാക്കിയെല്ലാം സബ് സെക്ഷൻസ് ആയി മാറ്റുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ സെക്ഷൻസ് ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഈ 511 സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന മിക്ക എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു 10 20 എണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 19 എണ്ണം ഡിലീറ്റ് ചെയ്തു. 20 ഒഫൻസസ് ആണ് പുതുതായിട്ട് ആഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഭാരതീയ ന്യായ സംഹിതയില് only 358 സെക്ഷൻ അഗൻസ്റ്റ് 511 സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിൽ 511 സെക്ഷൻസ് നിലവിലുണ്ടായിരുന്നു, അത് 358 കുറഞ്ഞു. അതുപോലെ ചാപ്റ്റേഴ്സ് 20 ചാപ്റ്റേഴ്സേ ഉള്ളൂ കേട്ടോ. BNS എത്രയാണ് ചാപ്റ്റർ? ഹൗ മെനി ചാപ്റ്റേഴ്സ് ഇൻ BNS? 20. എന്നാൽ IPC 23 ചാപ്റ്റേഴ്സ് ആയിരുന്നു. IPC യഥാർത്ഥത്തിൽ 23 ചാപ്റ്റേഴ്സ് അല്ല, ലാസ്റ്റ് നമ്പർ ഇപ്പോഴും 23 ആണ്. എന്നാൽ 5A എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 9A 9 ഉണ്ട്, 9A ഉണ്ട്, 5 ഉണ്ട്, 5A ഉണ്ട്. അതുപോലെ 20 ഉണ്ട്, 20A ഉണ്ട്. അതായത് ചാപ്റ്റർ 5 താഴെ 5A എന്നും പറഞ്ഞ അമെന്റ്മെന്റ് ഉണ്ട്, 9 താഴെ 9A അമെന്റ്മെന്റ് ഉണ്ട്, 20 താഴെ 20A ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ ലാസ്റ്റ് ചാപ്റ്റർ നമ്പർ ഇപ്പോഴും 23 തന്നെയാണ്. എന്നാൽ BNS അത് 20 ചാപ്റ്ററെ കുറഞ്ഞു. അതുപോലെ തന്നെ ചില പുതിയ സെക്ഷൻസ് ആഡ് ചെയ്യുകയുണ്ടായി. BNS പുതിയ സെക്ഷൻസ് ആഡ് ചെയ്യും, അതുപോലെ കുറച്ച് സെക്ഷൻസ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കതൊരു ടേബിളായിട്ട് തന്നെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ സെക്ഷൻസ് ആണ് ആഡ് ചെയ്തത് അതൊന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെ സെക്ഷൻസ് ആണ് ആഡ് ചെയ്തത്, ഏതൊക്കെ സെക്ഷൻസ് ആണ് ഡിലീറ്റ് ചെയ്തെന്നുള്ളത് സംബന്ധിച്ച് ഒരു 20ഓളം പുതിയ സെക്ഷൻസ്, 20 സെക്ഷൻസ് വരെ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. 20ഓളം പുതിയ സെക്ഷൻസ്. അതുപോലെ 19 എണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, 19ഓളം സെക്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന 19 സെക്ഷൻസ് ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് 20 സെക്ഷൻസ് പുതുതായി ചേർക്കുണ്ടായി. ഇപ്പൊ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞൊരു സെക്ഷൻ പുതുതായി ചേർത്തൊരു സെക്ഷനാണ്, പുതിയ ഒരു സെക്ഷനാണ് സംഘടിതമായ കുറ്റകൃത്യം, 111 സെക്ഷൻസ്. അതുപോലെ തന്നെ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞ് 112 എന്ന് പറഞ്ഞ സെക്ഷൻ ആഡ് ചെയ്തു. പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. അങ്ങനെ അതുപോലെ സെക്ഷൻ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയി ഡിസീറ്റ്ഫുൾ മീൻസ്. സ്നാച്ചിങ് ഒരു പുതിയ സെക്ഷനാണ്, നമുക്ക് വളരെ വിശദമായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഏതൊക്കെ സെക്ഷൻസ് ആണ് ആഡ് ചെയ്തത്? സ്നാച്ചിങ് എന്നും പറഞ്ഞ് മാലയും മറ്റും ആഭരണങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ല, അതാ സ്നാച്ചിങ്. അത് ആഡ് ചെയ്ത സെക്ഷൻസ് ആണ്. 20 പുതിയ ഒഫൻസസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന 19 എണ്ണത്തോളം ഒഴിവാക്കി.
അൺനാച്ചുറൽ ഒഫൻസസ് എന്ന് പറഞ്ഞ് 307 ഉണ്ടായിരുന്നു. അഡൽട്ടറി 497. അതുപോലെ 127 ക്യാപിറ്റലെ സെഡീഷൻ, രാജ്യദ്രോഹം, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 19 സെക്ഷൻസ് വരെ ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇംപ്രിസൺമെന്റ്, പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് 41 സെക്ഷൻസിന്റെ ഇംപ്രിസൺമെന്റ് വർദ്ധിപ്പിച്ചു. 41 സെക്ഷന് നിലവിലുണ്ടായിരുന്ന IPC ഉണ്ടായിരുന്ന പണിഷ്മെന്റ് ഈ BNS പ്രകാരം കൂട്ടുകയുണ്ടായി. അതുപോലെ ഫൈൻ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കുറച്ചേറെ സെക്ഷൻസ്. അത് നിയർലി 83 സെക്ഷൻസ് ആണ് ഫൈൻ ഇമ്പോസ് ചെയ്യുന്നത്, വർദ്ധിപ്പിച്ചു. 83 സെക്ഷൻസിന്റെ ഫൈൻ IPC ഉണ്ടായിരുന്ന 83 സെക്ഷൻസ്, അതിന്റെ തന്നെ ഫൈൻ BNS പ്രകാരം ഉയർത്തുകയുണ്ടായി. അതുപോലെ 23 ഒഫൻസ് മാൻഡേറ്ററി മിനിമം പണിഷ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. IPC അത്ര ഇല്ലായിരുന്നു. നിർബന്ധിതമായിട്ടും മിനിമം പണിഷ്മെന്റ് ഇത്ര കൊടുത്തിരിക്കണം 23 ഒഫൻസസിന്. ഒരു 6 ഒഫൻസസിന് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞ് പുതിയ ഒരു ശിക്ഷ നടപ്പിലാക്കി. അത് വിവിധതരം ശിക്ഷകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ശിക്ഷയാണ് കമ്മ്യൂണിറ്റി സർവീസ്. BNSന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് ആണ്, ഒരു മോഡിഫിക്കേഷൻ ആണ്. BNSലെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്, പണിഷ്മെന്റ് സെക്ഷനാണ് കമ്മ്യൂണിറ്റി സർവീസ്, സാമൂഹ്യ സേവനം. അതൊരു ശിക്ഷയായിട്ട് ഉൾപ്പെടുത്തി കേട്ടോ. അത് 6 കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് 1 by 1 പഠിക്കാം ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതാണ് ഒറ്റ നോട്ടത്തില് ഇപ്പോൾ എത്ര സെക്ഷൻസ് ഉണ്ട് ഇന്ത്യൻ BNSല് 358 സെക്ഷൻസ്, 20 ചാപ്റ്റർ, പുതുതായിട്ട് 20 കുറ്റങ്ങൾ കൂടുതലായി ചേർത്തു. നിലവിലുണ്ടായിരുന്നതിൽ IPC നിലവിലുണ്ടായിരുന്ന 19 ചട്ടങ്ങൾ, സെക്ഷൻസ് ഒഴിവാക്കി. അതുപോലെ തന്നെ ഇംപ്രിസൺമെന്റ്, തടവ് ശിക്ഷ 41 ഒഫൻസിന് വർദ്ധിപ്പിക്കുകയുണ്ടായി. ഫൈൻ 83 കുറ്റങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി. 23 കുറ്റങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് മിനിമം പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ 6 കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞ ഒരു ശിക്ഷാരീതി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത് ഭാരതീയ സംഹിതയുടെ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആണ്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുമ്പോൾ ആരായാലും, ഏത് പരീക്ഷയ്ക്കായാലും, ഇപ്പോൾ ഉദാഹരണം വിത്ത് ബുക്കാണ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പരീക്ഷയ്ക്ക് പുസ്തകം ഉപയോഗിക്കാം, ബെയറാക്ട് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റോട്ടൊന്ന് ഫെമിലിയർ ആയി പോകണം എപ്പോഴും. അതിന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് നമ്മൾ ആദ്യം പരിചയപ്പെടണം. അപ്പൊ ആ 20 ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത്, ആ 20 ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും എത്ര സെക്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചൊരു സാമാന്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കും. അപ്പൊ ആദ്യം അതാണെന്ന് പരിശോധിക്കും. ഭാരതീയ ന്യായ സംഹിത 2023 ടേബിൾ ഓഫ് കണ്ടന്റ്, ഉള്ളടക്കം, ടേബിൾ ഓഫ് കണ്ടന്റ് 20 ചാപ്റ്ററേ ഉള്ളത്. ചാപ്റ്റർ 1 പ്രിലിമിനറി, പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് 1 മുതൽ 3 വരെ സെക്ഷൻസിൽ പറയുന്നത്. 1 മുതൽ 3 വരെയുള്ള സെക്ഷൻസിൽ പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തില് IPCയില് ചാപ്റ്റർ 1ഉം 2ഉം സെക്ഷൻസ് ആയിരുന്നത്, 1ഉം 2ഉം ചാപ്റ്ററുകളായിരുന്നു കേട്ടോ. IPCയിലെ അങ്ങനെയൊന്നും നമ്മൾ പഠിക്കണ്ട, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നും ചോദിക്കില്ല. മാത്രമല്ല അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ചില മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ, ഉദാഹരണം ഇപ്പോൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷ എഴുതുക, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ ടെസ്റ്റ് എഴുതുന്നവര്, ലീഗൽ അസിസ്റ്റന്റ് ടെസ്റ്റ് എഴുതുന്നവർക്കൊക്കെ IPCയിൽ ചോദ്യങ്ങൾ വരും. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ഭാരതീയ ന്യായ സംഹിതയിലെ ചാപ്റ്റർ 1 പ്രിലിമിനറി എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റർ 1ഉം 2ഉം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. ചാപ്റ്റർ 1ഉം 2ഉം കൂടെ ചേർത്തിട്ടാണ്. അതുകൊണ്ടൊരു 53 സെക്ഷൻസ് വരും. 52 ക്യാപിറ്റൽ എ വരെയുള്ള സെക്ഷൻസ് ആണ് ഭാരതീയ ന്യായ സംഹിതയിലെ. അതാണ് പ്രത്യേകത, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റർ 1ലും 2ലും കൂടെ 52 സെക്ഷൻസ് ഉണ്ട്. 52 ക്യാപിറ്റൽ എ വരെയുണ്ട്. 52 ഉണ്ട്, 52 ക്യാപിറ്റൽ എ ഉണ്ട്. അതാണ് ഇവിടെ 3 സെക്ഷൻസ് ആയിട്ട് ചുരുക്കിയത്. അതിന്റെ അർത്ഥം ബാക്കിയെല്ലാം ഒഴിവാക്കി കളഞ്ഞു എന്നല്ല.
ഇത് ഡെഫിനിഷൻസ് എല്ലാം സബ്സെക്ഷൻസ് ആയിട്ട് മാറ്റിയുണ്ടായി. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. മറ്റതങ്ങനെയല്ല, ഡെഫിനിഷൻസിന് ഓരോന്നിനും ഓരോ സെക്ഷൻ ആയിരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എങ്ങനെ ചുരുങ്ങിയെന്ന്. എങ്ങനെ ഈ 511 എന്നുള്ളത് 358 കുറഞ്ഞു. ഈ ചാപ്റ്റർ 1-ലും 2-ലുമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ 52A വരെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. ആ സെക്ഷൻസുകൾ 1 മുതൽ 3 വരെയുള്ള സെക്ഷനായിട്ട് മാറ്റി. അതാ വ്യത്യാസം. ബാക്കിയെല്ലാം സബ് സെക്ഷൻസും ക്ലോസ് ആയിട്ടൊക്കെയാണ് മാറി. ചാപ്റ്റർ 2 ഓഫ് പണിഷ്മെന്റ്, ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ 2 ഭാരതീയ ന്യായ സംഹിതയിലെ ചാപ്റ്റർ 2 ഡീൽസ് വിത്ത് പണിഷ്മെന്റ് ഓഫ് പണിഷ്മെന്റ്, ശിക്ഷകളെ കുറിച്ചാണ്. അത് സെക്ഷൻ 4 മുതൽ 13 വരെയുള്ള സെക്ഷൻസ് ആണ്. സെക്ഷൻ 4 മുതൽ വിവിധതരം പണിഷ്മെന്റ്, കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഫൈൻ, ലയബിലിറ്റി, പേയ്മെന്റ്, ലിമിറ്റ് ഓഫ് സോളിറ്ററി കൺഫൈൻമെന്റ്, പണിഷ്മെന്റുകളെ കുറിച്ച് മാത്രമാണ് ചാപ്റ്റർ 2-ൽ പറയുന്നത്. എത്ര വരെയുള്ള സെക്ഷനാ ചാപ്റ്റർ 2? 4 മുതൽ 13 വരെയുള്ള സെക്ഷൻസ്. നമ്മൾ ഈ ഇൻഡെക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഒരു ഇൻഡെക്സ് പരിചയപ്പെടും. യഥാർത്ഥത്തിൽ ഇത് IPC-യിൽ ചാപ്റ്റർ 3 ആയിരുന്നു. ചാപ്റ്റർ 3-ൽ 53 മുതൽ 75 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ ചാപ്റ്റർ 2 ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. അത് 4 മുതൽ 13 വരെയുള്ള സെക്ഷൻസേ ഉള്ളൂ. ധാരാളം സബ്സെക്ഷൻസ് ഉണ്ട് അതിന്. എന്നാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഇത് ചാപ്റ്റർ 3 ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ചാപ്റ്റർ 3 ആയിരുന്നു. അതില് ഈ കാര്യങ്ങൾ തന്നെ 53 മുതൽ 75 വരെയുള്ള സെക്ഷൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള ചാപ്റ്ററുകൾ ഇന്ത്യൻ പീനൽ കോഡിൽ 75 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ അത് ഈ 3 ചാപ്റ്ററിലൂടെ 2 ചാപ്റ്ററുകൾ ഒതുക്കിയിട്ട് അത് 13 സെക്ഷനായി കുറയ്ക്കുകയുണ്ടായി. ബാക്കിയെല്ലാം സബ് സെക്ഷൻസ് ആണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ 3 ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് സാമാന്യമായ ചില അപവാദങ്ങൾ, പൊതുവായ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് ചാപ്റ്റർ 3. അത് 14 മുതൽ 44 വരെയാണ്. ഇപ്പൊ ഉദാഹരണം, ഒരു വ്യക്തി ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ഓർ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിംഗ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. ഇപ്പൊ നിയമപരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥനായ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തെറ്റിദ്ധാരണ പുറത്തോ തെറ്റായിട്ട് ഒരു പ്രവൃത്തി ചെയ്താൽ അത് കുറ്റമാകുന്നില്ല. അതുപോലെ ജഡ്ജ് ജുഡീഷ്യലി ആക്ട് ചെയ്താൽ അതൊരു കുറ്റമല്ല. ഇപ്പൊ അതുപോലെ തന്നെ ഒരു ലോഫുൾ ആയിട്ടുള്ള ആക്ട് ചെയ്യുമ്പോൾ ഒരു അപകടം സംഭവിക്കുക, അബദ്ധവശാൽ ഒരു തെറ്റ് പറ്റുക, അതൊന്നും കുറ്റമല്ല. അതൊക്കെ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ജനറൽ എക്സെപ്ഷൻ, പൊതുവായിട്ടുള്ള സാമാന്യമായിട്ടുള്ള ചില അപവാദങ്ങൾ, കുറ്റകരമല്ലാത്ത ചില കാര്യങ്ങൾ. 1 by 1 നമുക്ക് പിന്നീട് ഇൻഡെക്സ് പരിചയപ്പെടാം. സെക്ഷൻ 14 മുതൽ 44 വരെയാണ്. യഥാർത്ഥത്തിൽ ഇത് IPC-യിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അത് 76 മുതൽ 106 വരെയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. എത്ര വരെയാണ്? IPC-യിൽ അത് 76 മുതൽ 106 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു കേട്ടാ. ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു സെക്കൻഡ്, ജനറൽ എക്സെപ്ഷൻസ് 76 മുതൽ 106 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു. അടുത്തൊരു ചാപ്റ്റർ 4 ഓഫ് അബറ്റ്മെന്റ്, ക്രിമിനൽ കോൺസ്പിറസി ആൻഡ് അറ്റംപ്റ്റ്. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രേരണ. അതുപോലെ ക്രിമിനൽ കോൺസ്പിറസി, കുറ്റകരമായ ഗൂഢാലോചനയാണ്. അതുപോലെ അറ്റംപ്റ്റ്, ശ്രമമാണ്, കുറ്റം ചെയ്യാനുള്ള ശ്രമം. അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ചാപ്റ്റർ 4 ഏതാണ്? ഓഫ് അബറ്റ്മെന്റ്, ക്രിമിനൽ കോൺസ്പിറസി ആൻഡ് അറ്റംപ്റ്റ്. അത് സെക്ഷൻസ് 44 മുതൽ 62 വരെയാണ്. 44 മുതൽ 62 വരെയാണ്. IPC-യിൽ 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ഈ 4ാമത്തെ ചാപ്റ്റർ IPC-യിൽ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. മാറ്റമൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ.
107 മുതൽ 120 ക്യാപിറ്റൽ ബി വരെയായിരുന്നു. ഈ അറ്റംപ്റ്റും അബറ്റ്മെന്റും ക്രിമിനൽ കോൺസ്പിരസിയും അറ്റംപ്റ്റും ഒക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യൻ പീനൽ കോഡില് 107 മുതൽ 120 ക്യാപിറ്റൽ ബി വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു. അടുത്തത് ചാപ്റ്റർ 5 ഓഫ് ഒഫൻസസ് അഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. അതായത് സെക്ഷൽ ഒഫൻസസ് എന്ന് പറഞ്ഞാൽ അതൊരു സബ് ഹെഡിങ് ആണ്. ഒഫൻസസ് അഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഭാരതീയ ന്യായ സംഹിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞ ഇതാണ്. ഇന്ത്യൻ പീനൽ കോഡില് ചാപ്റ്റർ 11, അതായത് ഇങ്ങനൊരു പുതിയ ചാപ്റ്റർ തന്നെ എഴുതി ചേർത്തു. ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ഒരു ചാപ്റ്റർ ആഡ് ചെയ്തത്. IPC ഇങ്ങനൊരു പ്രത്യേക ചാപ്റ്റർ ഇല്ല. അതായത് ഒഫൻസസ് അഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, സ്ത്രീക്കും കുട്ടിക്കുമെതിരെയുള്ള കുറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 63 മുതൽ 69 വരെയാണ്. 63 മുതൽ 69 വരെയുള്ള സെക്ഷൻസിൽ പറയുന്നതാണ് സ്ത്രീ അതുപോലെ കുട്ടികൾ. ഒഫൻസസ് അഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ആണ്. ഒരു വനിതയ്ക്കും ഒരു കുട്ടിക്കും അല്ലെ വനിതകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റങ്ങളെ കുറിച്ചാണ്. 63 മുതൽ റേപ്പ് അല്ലെ പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ സർട്ടൻ കേസസ്, അങ്ങനെയുള്ള ഡൗറി ഡെത്ത്. യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ പീനൽ കോഡിൽ ഉള്ള ഒഫൻസുകൾ ഉണ്ട്, അതെല്ലാം തന്നെ ഉണ്ട്. ഇന്ത്യൻ പീനൽ കോഡില് ഒഫൻസസ് അഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പീനൽ കോഡില് ചാപ്റ്റർ 11 കുറച്ച് കാര്യങ്ങൾ, അതായത് ഓഫ് ഫോൾസ് എവിഡൻസ് ആൻഡ് ഒഫൻസ് അഗൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ്, അത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ പീനൽ കോഡില് ചാപ്റ്റർ 15 ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി, അത് സ്ത്രീകൾക്കെതിരെയുള്ള അല്ല എല്ലാവർക്കും എതിരെയുള്ള ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള ശരീരത്തിന് പരിക്കേൽപ്പിക്കുന്ന സംബന്ധിച്ചുള്ള കുറ്റങ്ങളാണ്. അതായത് ചാപ്റ്റർ 11, ചാപ്റ്റർ 16, അതുപോലെ ചാപ്റ്റർ 20 ഇന്ത്യൻ പീനൽ കോഡ് ചാപ്റ്റർ 20 ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് ആയിരുന്നു. ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ്. അതുപോലെ ചാപ്റ്റർ 22 ക്യാപിറ്റൽ എയില് ഓഫ് ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ്സ് ഓഫ് ഹസ്ബൻഡ്, ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളുടെ പ്രവർത്തികൾ അത് സംബന്ധിച്ച കുറ്റകൃത്യങ്ങളെ കുറിച്ചായി ചാപ്റ്റർ 20 ക്യാപിറ്റൽ എയില്. അതുപോലെ ചാപ്റ്റർ 22 ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഇൻസൾട്ട്, അനോയൻസ്. ചാപ്റ്റർ 22 ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നത് IPC ഉണ്ടായിരുന്ന ചാപ്റ്റർ 11, ചാപ്റ്റർ 15, ചാപ്റ്റർ 20 ക്യാപിറ്റല് 22 ഈ ചാപ്റ്ററുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഭാരതീയ ന്യായ സംഹിതയില് അത് ചാപ്റ്റർ 5 മാറ്റി. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, വളരെ ശ്രദ്ധിക്കേണ്ടുന്നതുമാണ്. മാത്രമല്ല ഇത് വളരെ അങ്ങോട്ട്, അതായത് 11-ലും 15-ലും 20-ലും 22-ലും കടന്ന കാര്യങ്ങളെല്ലാം ചാപ്റ്റർ 5 വന്നു. ഉദാഹരണം റേപ്പ് എന്ന് പറഞ്ഞത്, പണിഷ്മെന്റ് ഫോർ റേപ്പ്, അതായത് റേപ്പ് എന്ന് പറഞ്ഞ ഒരു കുറ്റകൃത്യം IPCയില് 375 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ആ കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. പണിഷ്മെന്റ് ഫോർ റേപ്പ് 376 ആണ്. പിന്നെ അത് സംബന്ധിച്ച് A എന്നും B എന്നൊക്കെ പറഞ്ഞ ധാരാളം അമെന്റ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ IPC അത്ര ഡീറ്റെയിൽഡ് ആയി ഇപ്പൊ പഠിക്കണ്ട, IPCക്ക് നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്. അപ്പോഴത് ഈ 375 എന്നുള്ളത് BNS വന്നപ്പോൾ 63 മാറി. 376 64. BNS റേപ്പ് അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻ സെക്ഷൻ 63-ലാണ്. റേപ്പിന്റെ പണിഷ്മെന്റ് 64-ലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചാപ്റ്റർ 11, ചാപ്റ്റർ 16, ചാപ്റ്റർ 20, ചാപ്റ്റർ 22 ക്യാപിറ്റല്,
ചാപ്റ്റർ 20 ക്യാപിറ്റല്, ചാപ്റ്റർ 22 ഇങ്ങനെ, അതായത് 5 ചാപ്റ്ററുകളിലായിട്ട് പല ഭാഗത്തായിട്ട് പറഞ്ഞിരുന്ന സ്ത്രീക്കും കുട്ടിക്കുമെതിരെയുള്ള എല്ലാ ഒഫൻസസുകളും അതിന്റെ ശിക്ഷകളും എല്ലാം കൂടി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് അത് ചാപ്റ്റർ 5 ആയിട്ട് മാറ്റി. ഓഫ് ഒഫൻസസ് എഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടിക്കുമെതിരെയുള്ള കുറ്റങ്ങളെ കുറിച്ചാണ്. അടുത്തത് ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 ഓഫ് ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 6 ഓഫ് ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി. യഥാർത്ഥത്തിൽ അത് IPC 16ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ഈ ചാപ്റ്റർ 6 IPC 16ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. സെക്ഷൻ 299 മുതൽ 377 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് ധാരാളം സെക്ഷൻസ്, ധാരാളം ഒഫൻസസ്, പുതിയ നമ്പറൊക്കെ നമ്പർ കൊടുത്തിട്ട് ഈ ചാപ്റ്റർ 5 മാറിയിട്ടുണ്ട്. സ്ത്രീയെയും കുട്ടിയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. മറ്റ് പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളെയും പ്രത്യേകമായി ബാധിക്കുന്നതൊക്കെ ഈ ചാപ്റ്ററിന് എടുത്ത് മാറ്റിയുണ്ടായി. അപ്പോൾ ചാപ്റ്റർ 6 ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡിയാണ്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. അത് സെക്ഷൻ 100 മുതൽ 146 വരെയാണ്. അടുത്ത ചാപ്റ്റർ 7 ഒഫൻസസ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ്. രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റങ്ങളെ കുറിച്ചാണ് ചാപ്റ്റർ 7. രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റം IPC ഉണ്ടായിരുന്നു ഇതേ സെക്ഷൻ. IPC ഉണ്ട് ഇതല്ല, ഈ കുറ്റങ്ങളൊക്കെ തന്നെ. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും, ചെറുതായിട്ടൊക്കെ. IPC ചാപ്റ്റർ 6 ആയിട്ട് 121 മുതൽ 130 വരെയുള്ള സെക്ഷൻസിലാണ് ഇത് പറഞ്ഞിരുന്നത്. ഉണ്ടോ? മാറിയും തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതായത് IPC കൊടുത്തിട്ടുള്ള ആ സെക്ഷന്റെ എല്ലാ ക്രമവും മാറ്റി. ആ സീക്വൻസ് എല്ലാം കംപ്ലീറ്റ്ലി ടോട്ടലി അങ്ങ് ചേഞ്ച് ആക്കി. പറഞ്ഞില്ലേ, ഒഫൻസസ് എഗൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ചാപ്റ്റർ 6 ആയിരുന്നു. രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിനുള്ള ശിക്ഷകളാണ് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് ചാപ്റ്റർ 6 ആയിരുന്നു. സെക്ഷൻ 121 മുതൽ 130 വരെ ആയിരുന്നു. അത് ഭാരതീയ ന്യായ സംഹിതയിലോ സെക്ഷൻ 147 മുതൽ 158 വരെ ആക്കി തീർത്തു. അടുത്തത് ചാപ്റ്റർ 8. ചാപ്റ്റർ 8 ഓഫ് ഒഫൻസസ് റിലേറ്റഡ് ടു ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ആർമി, നേവി, എയർഫോഴ്സ്. ആർമിക്കെതിരെയുള്ള കുറ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾ, അതുപോലെ നേവി, എയർഫോഴ്സ്, ഇതിനൊക്കെ എതിരെയാണ്. കര, നാവിക, വ്യോമസേന, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങൾ, അതിന്റെ ശിക്ഷകളൊക്കെയാണ് പറയുന്നത്. അത് ചാപ്റ്റർ എത്രയാണ്? ചാപ്റ്റർ 8 ആണ്. ചാപ്റ്റർ 8 സെക്ഷൻസ് 159 മുതൽ 168 വരെയാണ്. ഒഫൻസസ് റിലേറ്റിംഗ് ടു ദ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ഇന്ത്യൻ പീനൽ കോഡില് ഇത് ചാപ്റ്റർ 7 ആയിരുന്നു കേട്ടോ. ചാപ്റ്റർ 7 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 131 മുതൽ സെക്ഷൻസ് 131 ടു 140 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു കേട്ടോ. അടുത്തത് ഒഫൻസസ് റിലേറ്റഡ് ടു ഇലക്ഷൻസ് ആണ്. തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഏതൊക്കെ കുറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്നത്, അതിനെന്തൊക്കെ ശിക്ഷകളാണ്. ചാപ്റ്റർ 9 ഓഫ് ഒഫൻസസ് റിലേറ്റിംഗ് ടു ഇലക്ഷൻസ്. ചാപ്റ്റർ 9 ഏതൊക്കെ സെക്ഷൻസ് ആണ്? ഒഫൻസസ് റിലേറ്റിംഗ് ടു ഇലക്ഷൻസ് സെക്ഷൻ 169 മുതൽ 177 വരെ. 169 മുതൽ 177 വരെയുള്ള സെക്ഷൻസ്. 9ാമത്തെ ചാപ്റ്റർ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചുള്ള കുറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ഇന്ത്യൻ പീനൽ കോഡില് 9 ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കേട്ടോ. 9 ക്യാപിറ്റൽ. അത് സെക്ഷൻ 171A മുതൽ 171I വരെയായിരുന്നു. 9 ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ചാപ്റ്റർ ആയിരുന്നു.
ഇലക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിൽ 171A മുതൽ 171I വരെ ആയിരുന്നു. 171 ക്യാപിറ്റൽ എ മുതൽ. അടുത്തത് ചാപ്റ്റർ 10 ഓഫ് ഒഫൻസസ് റിലേറ്റിംഗ് ടു കോയിൻ, കറൻസി നോട്ട്സ്, ബാങ്ക് നോട്ട്സ് ആൻഡ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ്. നാണയം, കറൻസി നോട്ടുകൾ, ബാങ്ക് നോട്ടുകൾ, ഗവൺമെന്റ് സ്റ്റാമ്പുകൾ എന്നിവയെ സംബന്ധിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചായിരുന്നു പറയുന്നത്. ഏത് ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 10 ഓഫ് ഒഫൻസസ് റിലേറ്റിംഗ് ടു കോയിൻ, കറൻസി നോട്ട്സ്, ബാങ്ക് നോട്ട്സ് ആൻഡ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ്. ഇത് ഇന്ത്യൻ പീനൽ കോഡില് ചാപ്റ്റർ 12 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 12 ആയിരുന്നു. അത് സെക്ഷൻസ് ഇവിടെ 178 മുതൽ 188 വരെയാണ്. ഭാരതീയ ന്യായ സംഹിതയില് കോയിൻ, കറൻസി, ബാങ്ക് നോട്ട്സ്, ഗവൺമെന്റ് സ്റ്റാമ്പ് സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് സെക്ഷൻസ് 178 മുതൽ 188 വരെയുള്ള സെക്ഷനുകളാണ്. എന്നാൽ ഇന്ത്യൻ പീനൽ കോഡില് അത് ചാപ്റ്റർ 12 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് 230 മുതൽ 263 ക്യാപിറ്റൽ എ വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു കേട്ടോ ഇന്ത്യൻ പീനൽ കോഡിൽ. അതൊരു കമ്പാരിസൺ ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നതേ ഉള്ളൂ. ഇപ്പം മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതുന്നവർ, ജുഡീഷ്യൽ ടെസ്റ്റ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടെസ്റ്റ് എഴുതുന്നവർ, ലീഗൽ അസിസ്റ്റന്റ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നവർ തീർച്ചയായിട്ടും IPC സെക്ഷൻ ഇതുവരെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെയൊക്കെ ചോദിക്കാം. കാരണം ഈ IPC ഒക്കെ റിപ്പീൽ ചെയ്തെങ്കിലും 1/7/2024 മുമ്പ് 1/7/2024 മുമ്പ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അത് പ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടും. കാരണം ഇന്നൊരു ഒഫൻസ് വരുത്തിയാൽ ഇന്ന് നിലനിൽക്കുന്ന നിയമപ്രകാരമേ വിചാരണ നടത്താൻ പറ്റും. അപ്പോൾ 30/6/2024 വരെയുള്ള പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള അല്ലെ കോടതിയിൽ നിലവിലുള്ള പോലീസ് FIR ഇട്ടിട്ടുള്ള എല്ലാ കുറ്റങ്ങൾക്കും IPC പ്രകാരം തന്നെ ചാർജ് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിചാരണ ശിക്ഷയൊക്കെ CRPC പ്രകാരം അതിലെ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ പീനൽ കോഡിലെ പ്രകാരം ശിക്ഷിക്കപ്പെടാം 30/6/2024 വരെ. അപ്പോഴേ അങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്നവർ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നല്ലതാണ്. അപ്പൊ അടുത്ത 11ാമത്തെ ചാപ്റ്റർ ഓഫ് ഒഫൻസസ് എഗൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. 11ാം ചാപ്റ്റർ പൊതുസമാധാനം, പൊതുശാന്തത, പ്രശാന്തത എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാങ്ക്വിലിറ്റി, അതിനെതിരായിട്ടുള്ള പീസ്, അതിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ശിക്ഷകളാണ്. അത് 189 മുതൽ 197 വരെയാണ് ഓഫ് ഒഫൻസസ് അഗൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി. ഇത് ഇന്ത്യൻ പീനൽ കോഡില് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടായിരുന്നു. 141 മുതൽ 160 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു IPC-യിൽ. ഒഫൻസസ് അഗൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി. അടുത്തത് 12ാമത്തെ ചാപ്റ്റർ ഒഫൻസസ് റിലേറ്റിംഗ് ടു ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവന്റ്, പൊതുസേവകർ, അവർ ചെയ്യുന്ന കുറ്റങ്ങൾ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട കുറ്റങ്ങൾ, പൊതുസേവകർ ചെയ്യുന്നതോ അവരെ സംബന്ധിക്കുന്നതോ ആയിട്ടുള്ള കുറ്റങ്ങളെ കുറിച്ച്. ഇപ്പൊ പബ്ലിക് സർവന്റ് ഡിസബേയിങ് ലോ, ഇപ്പൊ ഒരാൾക്ക് മനഃപൂർവ്വം ഒരു ഇഞ്ചുറി വരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു പബ്ലിക് സർവന്റ് ചട്ടത്തെ അനുസരിക്കാതിരിക്കുക, നിയമത്തെ അനുസരിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഒരു പബ്ലിക് സർവന്റ് ഡിസൊബേയിങ് ഡയറക്ഷൻ ഉണ്ടല്ലോ, അതുപോലെ പണിഷ്മെന്റ് ഫോർ നോൺ ട്രീറ്റ്മെന്റ് ഓഫ് വിക്ടിം, അത് ഒഫൻസസ് ബൈ ഓർ റിലേറ്റഡ് ടു പബ്ലിക് സർവൻസ് ആണ്. ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ് ആണ്. അത് BNS-ലെ 198 മുതൽ 205 വരെയുള്ള സെക്ഷൻസിലാണ് അത് പറയുന്നത്. അത് IPC-ലെ ചാപ്റ്റർ 9 ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. ചാപ്റ്റർ 9 ആയിരുന്നു ഈ ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്. അതേ ഹെഡിങ് തന്നെ ഉണ്ട്. ചാപ്റ്റർ 9 ആയിരുന്നു. അവിടെ
166 മുതൽ 171 വരെയുള്ള സെക്ഷൻസിലാണിത്. IPC 166 മുതൽ 171 വരെയാണ് ഓഫ് ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ് പറയുന്നത്. അടുത്തത് ചാപ്റ്റർ 13 ഓഫ് കണ്ടംപ്റ്റ് ഓഫ് ദ ലോഫുൾ അതോറിറ്റി ഓഫ് പബ്ലിക് സർവൻസ്. ഇപ്പോഴ് പൊതുസേവകര്, പൊതു സർവീസ് പബ്ലിക് സർവൻസ് അവരുടെ നിയമാനുസരണമായിട്ടുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിൽ കണ്ടംപ്റ്റ് ഉണ്ടാകുക, അതിൽ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തുക, ഒരാളെ അധിക്ഷേപിക്കുക, അതാണ് കണ്ടംപ്റ്റ്. അല്ല അതിന് അലക്ഷ്യം, കോട്ടലക്ഷ്യം എന്ന് പറയുന്നത് പോലെ പബ്ലിക് സർവൻസിന്റെ നിയമപരമായ അധികാരത്തിലുള്ള അലക്ഷ്യം, അതിന്മേലുള്ള കുറ്റങ്ങൾ, അത് സെക്ഷൻ 206 മുതൽ 266 വരെയാണ്. അതായത് പബ്ലിക് സർവൻസിന്റെ അലക്ഷ്യമല്ല, പബ്ലിക് സർവൻസിന്റെ നിയമപരമായിട്ടുള്ള അധികാരം, അതിനെ അധിക്ഷേപിക്കുന്നത്, അതിനോടുള്ള കണ്ടംപ്റ്റ്. ഉദാഹരണം, ഒരു സമൻസ് കൊടുക്കാൻ ഒരു പോലീസ് ഓഫീസർ വീട്ടിൽ വരുന്നു. അപ്പൊ അത് ഇവേഡ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, അല്ല അറസ്റ്റ് ചെയ്യാൻ വന്നാല് ഒളിവിൽ പോവുക, അല്ലെ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഒരു പബ്ലിക് സർവന്റിന്റെ നിയമപരമായിട്ടുള്ള ഉത്തരവുകളെ ധിക്കരിക്കുക, അല്ലെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അത് സൈൻ ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ നിയമപ്രകാരം ഒരു പബ്ലിക് സർവന്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക. അതൊക്കെ കണ്ടംപ്റ്റ്സ് ഓഫ് ദ ലോഫുൾ അതോറിറ്റി ഓഫ് ദ പബ്ലിക് സർവൻസ്. അതൊക്കെ BNS പ്രകാരം കുറ്റകരം തന്നെയാണ്, ഒഫൻസസ് ആണ്. അതാണ് ചാപ്റ്റർ 13 പറയുന്നത്. സെക്ഷൻസ് 206 മുതൽ 226 വരെയാണ്. ഈ കുറ്റങ്ങളെല്ലാം തന്നെ IPC ഉണ്ട്. അത് ചാപ്റ്റർ 10 ആണ്. IPC മിക്കവാറും എല്ലാ കുറ്റങ്ങളും ഉണ്ട്. ഇതിൽ വളരെ ചുരുക്കം, ഞാൻ പറഞ്ഞില്ലേ 10-20 ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കി അതേപടി പകർത്തി വെച്ചിട്ടുണ്ട്. ലാംഗ്വേജിനൊന്നും ഒരു മാറ്റവും ഇല്ല. ചില കുറ്റങ്ങൾക്കൊക്കെ ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടോട്ടൽ സെക്ഷൻസിന്റെ എണ്ണം മൊത്തത്തിൽ നോക്കുമ്പോൾ കുറവായിട്ട് കാണുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ക്രോഡീകരിച്ചതാണ്. അതൊരു ചാപ്റ്ററിലാക്കി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴ് ഓഫ് ഒഫൻസ് ഓഫ് കണ്ടംപ്റ്റ് ഓഫ് ദ ലോഫുൾ അതോറിറ്റി ഓഫ് പബ്ലിക് സർവൻസ് ഇന്ത്യൻ പീനൽ കോഡില് 172 മുതൽ 190 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു. അതാണ് BNSല് ചാപ്റ്റർ 13 സെക്ഷൻ 206 മുതൽ 226 വരെയാക്കി മാറ്റിയിരിക്കുന്നു. അടുത്തത് ഓഫ് ഫോൾസ് എവിഡൻസ് ആൻഡ് ഒഫൻസസ് അഗൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ്. അതായത് ഫോൾസ് എവിഡൻസ്, വ്യാജമായിട്ടുള്ള തെളിവുകൾ, അതുപോലെ പബ്ലിക് ജസ്റ്റിസ്, പൊതുനീതി, പൊതുജനനീതി, അതിനെതിരെയൊക്കെയുള്ള കുറ്റങ്ങൾ. ഓഫ് ഫോൾസ് എവിഡൻസ്, വ്യാജ തെളിവുകൾ സംബന്ധിച്ചിട്ടുള്ള കുറ്റങ്ങൾ, വ്യാജമായി തെളിവ് നൽകുക. അതിൽ ഒഫൻസസ് അഗൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ്, അത് സെക്ഷൻസ് ഇപ്പൊ ഫോൾസ് എവിഡൻസ് കൊടുക്കുക, അല്ല ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ്. 227 മുതൽ 269 വരെയുള്ള സെക്ഷൻസ് ആണ് BNSല്. ഗിവിംഗ് ഫോൾസ് എവിഡൻസ്, ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ്, പണിഷ്മെന്റ് ഫോർ ഫോൾസ് എവിഡൻസ്, ഗിവിംഗ് ഓർ ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് with intent to procure conviction of capital offense. അതുപോലെ using evidence known to be false, using evidence known to be false, വ്യാജമാണെന്നുള്ള അറിവോടുകൂടി തെളിവായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ, ഒരിടത്ത് ഒരാളൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് വ്യാജമായിട്ട് അറിവ് കൊടുക്കുക. അതൊക്കെയാണ് ഓഫ് ഫോൾസ് എവിഡൻസ് ആൻഡ് ഒഫൻസസ് അഗൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് എന്ന് പറയുന്നത് ചാപ്റ്റർ 14 സെക്ഷൻ 227 മുതൽ 269 വരെയുള്ള ചാപ്റ്റർ സെക്ഷൻസ് ആണ് BNSല്. ഇതേ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. അതവിടെ ചാപ്റ്റർ 11 കൊടുത്തിരിക്കുന്നത് കേട്ടാ. 191 മുതൽ 229 വരെയുള്ള സെക്ഷൻസ് ആണ് ഫോൾസ് എവിഡൻസും ഒഫൻസ് അഗൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസും ഒക്കെ പറയുന്നത്.
അടുത്ത ചാപ്റ്റർ 15 ഓഫ് ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി, ഓഫ് ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി കൺവീനിയൻസ് ഡീസൻസി ആൻഡ് മോറൽസ് ആണ്. എന്തിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെയാണ്? ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത്, പൊതുജന ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കുറ്റങ്ങൾ, പൊതുജന സുരക്ഷിതത്വം സേഫ്റ്റി, പൊതുജന സൗകര്യം, പൊതുജനങ്ങളുടെ ഡീസൻസി സഭ്യത, മോറൽസ് സാൻമാർഗീയത, ഇവയൊക്കെ ബാധിക്കുന്ന കുറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത്തരം പ്രവൃത്തികളൊക്കെ ഏതൊക്കെയാണ്? ചാപ്റ്റർ 15 BNS ചാപ്റ്റർ 15 എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്? ചാപ്റ്റർ 15 സെക്ഷൻസ് 270 to 297 ഡീൽ വിത്ത് ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി, അതുപോലെ തന്നെ കൺവീനിയൻസ് ഡീസൻസി മോറൽസ്. ഇത് IPCയില് ചാപ്റ്റർ 14 കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം IPCയിലുണ്ട്. ചാപ്റ്റർ 14. ഇപ്പൊ പബ്ലിക് നൂയിസൻസ് എന്ന് പറഞ്ഞാല് BNS 270 പബ്ലിക് നൂയിസൻസിനെ കുറിച്ച് പറയുന്നത്. പൊതുശല്യം, പൊതുജനങ്ങൾക്കുള്ള ശല്യം, പബ്ലിക് നൂയിസൻസ്. IPCയില് 268 മുതൽ IPCയിൽ 268 മുതൽ 294 ക്യാപിറ്റൽ A വരെ ആയിരുന്നു ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്, ഈ ഒഫൻസസ്. BNS ചാപ്റ്റർ 15 ഓഫ് ഒഫൻസസ് അഫക്റ്റിംഗ് ദ പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി കൺവീനിയൻസ് ഡീസൻസി ആൻഡ് മോറൽസ് ആണ്. സെക്ഷൻ എത്ര തൊട്ട് എത്ര വരെ? 270 മുതൽ 297 വരെ. ഇതേ കുറ്റങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിലും ഉണ്ട്. ഒഫൻസ് അഫക്റ്റിംഗ് ദ പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി കൺവീനിയൻസ് ആൻഡ് മോറൽസ് ഒക്കെ. അത് ചാപ്റ്റർ 14 അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ സെക്ഷൻസ് 268 മുതൽ 294 ക്യാപിറ്റൽ A വരെയാണ്. 268 മുതൽ. അഡൾട്ടറേഷൻ ഓഫ് ഡ്രഗ്സ്, അതുപോലെ സെയിൽ ഓഫ് അഡൾട്ടറേറ്റഡ് ഡ്രഗ്സ്, ഇപ്പൊ വ്യാജ മരുന്നുകൾ, അതിൽ മരുന്നിന് മായം ചേർക്കുക, മായം ചേർത്ത മരുന്ന് ഡ്രഗ്സുകൾ വിൽക്കുക, അതൊക്കെ ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത് അല്ലേ? അതുപോലെ പോയിസണസ് സബ്സ്റ്റാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയില്ലാതിരിക്കുക, അതെല്ലാം പറയുന്നത്. അതുപോലെ ഒബ്സീൻ ആക്ട്സ് ആൻഡ് സോങ്സ്, കീപ്പിംഗ് ലോട്ടറി ഓഫീസ്, ഇതെല്ലാം തന്നെ പബ്ലിക് സേഫ്റ്റി കൺവീനിയൻസ് ഡീസൻസി മോറൽസ് ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കുറ്റങ്ങളാണ്. അതൊക്കെ BNS പ്രകാരം കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്, ഒഫൻസസ് ആണ്, ക്രൈമാണ്, ആക്ട് ആണ്, അല്ലെ ഒമിഷൻസ് ആണ്. ആക്ട് ഒമിഷൻസും വരാം. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോഴ് BNS ചാപ്റ്റർ 15 ഓഫ് ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി കൺവീനിയൻസ് ഡീസൻസി ആൻഡ് മോറൽസ് ആണ്. എത്ര തൊട്ട് എത്ര വരെയുള്ള സെക്ഷൻസ് ആണ്? 270 മുതൽ 297 വരെ. ഇതേ കാര്യങ്ങൾ IPCയിൽ 14ാമത്തെ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 268 മുതൽ 296 ക്യാപിറ്റൽ A വരെയാണ് കേട്ടാ. അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയി പിന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ 16 ഓഫ് ഒഫൻസസ് റിലേറ്റിംഗ് ടു റിലീജിയൻ, മതത്തെ ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളാണ്. മതസംബന്ധമായിട്ടുള്ള കുറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓഫ് ഒഫൻസസ് റിലേറ്റിംഗ് ടു റിലീജിയൻ. ഉദാഹരണം, ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് മലിനപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരെ അവരുടെ ആരാധനയെ ഇൻസൾട്ട് ചെയ്യുക, അല്ല ഒരു റിലീജിയസ് അസംബ്ലി ഒരിടത്ത് നടക്കുന്നു അതിനെ ഡിസ്റ്റർബ് ചെയ്യുക, ബറിയൽ പ്ലേസിലൊക്കെ ട്രസ്പാസ് ചെയ്യുക, അതൊക്കെ ഒഫൻസസ് റിലേറ്റീവ് റിലീജിയൻ ആണ്. സെക്ഷൻ 298 മുതൽ 302 വരെയാണ്. ഇതേ സെക്ഷൻസ്, ഇതേ ഒഫൻസസ് തന്നെ ഇന്ത്യൻ പീനൽ കോഡില് ചാപ്റ്റർ 15 കൊടുത്തിട്ടുണ്ട്. അത് അവിടെ 295 to 298 വരെയുള്ള സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഉണ്ടോ? സെക്ഷൻസ് മൊത്തത്തിൽ അങ്ങ് ഓൾട്ടർ ചെയ്തു. അതായത് ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ ഈക്വലായിട്ട് BNS-ൽ വളരെ വിരലുണ്ടാവുന്ന സെക്ഷൻസ് ഈക്വൽ സെക്ഷനായിട്ട് വരുന്നുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡിന്റെ 511 അത് BNS-ലെ സെക്ഷൻ ഓർഡർ മാറ്റമാണ്. അങ്ങനെ മിക്കവാറും എല്ലാ സെക്ഷൻസും. ഇപ്പൊ തന്നെ ഒരു വർഷിപ്പ്, ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ്, അത് അവിടെ മലിനപ്പെടുത്തുക, ഭാരതീയ ന്യായ സംഹിതയില് സെക്ഷൻ 298, എന്നാൽ IPC-ൽ അത് സെക്ഷൻ 295 പ്രകാരമാണ്. ആ സെക്ഷൻസിന്റെ ആ സീക്വൻസ് മൊത്തം മാറ്റിയിരിക്കുകയാണ്. ഒഫൻസസ് റിലേറ്റിംഗ് ടു റിലീജിയൻ ചാപ്റ്റർ 16 290 മുതൽ 302 വരെയുള്ള സെക്ഷൻസ് ആണ്. ചാപ്റ്റർ 17 ഓഫ് ഒഫൻസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടി ഓർ തെഫ്റ്റ്. ചാപ്റ്റർ 17 ഓഫ് ഒഫൻസസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടി ഓർ ഓഫ് തെഫ്റ്റ് ഓർ തെഫ്റ്റ്. പ്രോപ്പർട്ടി ഓഫ് തെഫ്റ്റ് വേറെയാണ്, സോറി. തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സബ്ബായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ് ആണ്. ഓഫ് ഒഫൻസസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടി, നമ്മുടെ സമ്പത്ത്, സ്വത്ത്, വസ്തു, അതിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, ആ തെഫ്റ്റ് ആണ്. അത് സെക്ഷൻ 303 ആണ്. യഥാർത്ഥത്തിൽ അത് തെഫ്റ്റ് ഡിഫൈൻ ചെയ്തത് 303-ലാണ്. അതിന്റെ സബ്സെക്ഷനായിട്ട് അതിന്റെ പണിഷ്മെന്റും പറയുന്നുണ്ട്. ഈ ഇന്ത്യൻ പീനൽ കോഡും BNS-ഉം തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ പീനൽ കോഡില് സെക്ഷൻ 378-ല് തെഫ്റ്റ് എന്ന് പറയുന്ന ടേം, തെഫ്റ്റ്, മോഷണം, അത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ശിക്ഷ തൊട്ടടുത്തതായ 379-ലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ BNS-ല് ഇത് 303-ലോ ഒന്നും 2 സബ്സെക്ഷനായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 511 സെക്ഷൻ 358 കുറഞ്ഞത് ടോട്ടൽ നോക്കുമ്പോൾ, കേട്ടോ. അപ്പൊ ഇവിടെ ചാപ്റ്റർ 17 എന്തെക്കുറിച്ചാണ് പറയുന്നത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, എന്തിനെതിരെയുള്ള കുറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്? കുറ്റകൃത്യങ്ങൾ, ഒഫൻസസ് എഗൻസ്റ്റ് പ്രോപ്പർട്ടി. അവിടെയാണ് തെഫ്റ്റ്, സ്നാച്ചിങ്, റോബറി, ഡക്കോയിറ്റ്, എക്സ്റ്റോർഷൻ എന്നും പറഞ്ഞ് നമ്മളുടെ സമ്പത്തൊക്കെ അടിച്ച് ആരെങ്കിലും കൊള്ളയടിച്ചുകൊണ്ട് പോവുക, മോഷ്ടിച്ചുകൊണ്ട് പോവുക, അതൊക്കെ ഒഫൻസസ് എഗൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്. IPC-യിലും ഇത് ചാപ്റ്റർ 17 തന്നെയാണ്. ഇങ്ങനെ ഒറ്റ ചാപ്റ്ററേ വരുന്നുള്ളൂ, കേട്ടോ. ചാപ്റ്റർ 17 തന്നെയാണ്. എന്നാൽ സെക്ഷന് ഭയങ്കര വ്യത്യാസം. അതായത് BNS-ല് ചാപ്റ്റർ 17 ഒഫൻസസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടി സെക്ഷൻ 303 മുതൽ 334 വരെയാണ്. എന്നാൽ IPC-ല് ചാപ്റ്റർ അത് തന്നെയാണ്, പക്ഷെ അവിടെ സെക്ഷൻസ് 378 to 462 ആണ്. വ്യത്യാസം കണ്ടോ? ഇവിടെ 303 to 304 വരെ ആക്കി മാറ്റിയ നമ്പർ എല്ലാം അങ്ങ് മാറ്റി. യെസ്, ക്ലിയർ ആണല്ലോ? ഇവിടെ ചാപ്റ്റർ 2 ഒന്നുപോലെ വന്നു, അല്ലേ? അതിങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. അടുത്തത് ചാപ്റ്റർ 18 ആണ്. ഓഫ് ഒഫൻസസ് റിലേറ്റിംഗ് ടു ഡോക്യുമെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടി മാർക്ക്. ഡോക്യുമെന്റ്, രേഖകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ആൻഡ് പ്രോപ്പർട്ടി മാർക്ക്, വസ്തുക്കളും മറ്റുള്ള അടയാളങ്ങൾ. ഒഫൻസസ് റിലേറ്റിംഗ് ടു എത്രാമത്തെ ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 18. ഒഫൻസസ് റിലേറ്റിംഗ് ടു, ഒരു സെക്കൻഡ്, ഒഫൻസസ് റിലേറ്റിംഗ് ടു ഡോക്യുമെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടി മാർക്ക്. സെക്ഷൻ 335 മുതൽ 350 വരെയാണ്. 335 മുതൽ 350 വരെയാണ്. ഒരു സെക്കൻഡ്. ചാപ്റ്റർ 18, റൈറ്റ്. ചാപ്റ്റർ 18 ആണ്. ഓക്കെ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇല്ല, ഒരു സെക്കൻഡ്.
ചാപ്റ്റർ 18 എന്താണ്? ഒഫൻസസ് റിലേറ്റിംഗ് ടു ഡോക്യുമെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടി മാർക്സ് ആണ്. എത്ര വരെയുള്ള സെക്ഷൻസ് ആണ്? 335 മുതൽ 350 വരെ. IPC ഇത് ചാപ്റ്റർ 18 തന്നെയാണ് കേട്ടോ. പക്ഷേ IPC ഇത് ചാപ്റ്റർ ആണ്. അത് 463 മുതൽ 463 ടു 489 വരെയുള്ള സെക്ഷൻസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. മേക്കിംഗ് എ ഫോൾസ് ഡോക്യുമെന്റ്, ഫോർജറി of the record of a court or public register, falsification of accounts, അതൊക്കെ 335 to 350 ആണ് സെക്ഷൻസ്. എന്നാൽ IPC അത് 463 to 489 ആണ്. അടുത്ത ചാപ്റ്റർ 19 ഓഫ് ക്രിമിനൽ ഇന്റിമിഡേഷൻ. കുറ്റകരമായിട്ടുള്ള ഭീഷണിപ്പെടുത്തലാണ്. ഇൻസൾട്ട്, അപമാനിക്കൽ, അനോയൻസ്, ഉപദ്രവിക്കൽ, ഡിഫാമേഷൻ, അപമാനിക്കൽ അല്ലെ അപകീർത്തിപ്പെടുത്തൽ. ഓഫ് ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഇൻസൾട്ട്, അനോയൻസ്, ഡിഫാമേഷൻ മുതലായവയാണ്. സെക്ഷൻ 351 മുതൽ 357 വരെയാണ്. സെക്ഷൻ 351 മുതൽ 357 വരെയാണ്. അത് IPC 21, 22 ചാപ്റ്ററുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 21, 22 ഈ 351 മുതൽ 357 വരെയുള്ള ഈ ചാപ്റ്റർ 19 IPC 21, 22 ചാപ്റ്ററുകളിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 503, 506, 505, 504, 504, 505, 506, 507, 508, 499 ഡിഫാമേഷനൊക്കെ 499. 500, 501, 499 തുടങ്ങുന്നത്. 499 മുതൽ ഏതാണ്ട് 510 വരെയുള്ള 511 വരെ 510 വരെയുള്ള കാര്യങ്ങൾ 510 ആണ്. മിസ്കണ്ടക്ട് ഇൻ പബ്ലിക് ഡ്രങ്കൺ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ 510 ആണ്. 499 മുതൽ 510 വരെയുള്ള സെക്ഷൻസ് ആയിട്ടാണ് ഈ വിവരങ്ങളൊക്കെ IPC പറഞ്ഞിരിക്കുന്നത്. 499 ടു 510. ഡിഫാമേഷൻ 499, 500, 501, 502 IPC. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. യെസ്. അടുത്ത ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ റിപ്പീൽ ആൻഡ് സേവിങ്സ് ആണ്. റദ്ദാക്കൽ. അതായത് BNS സെക്ഷൻ 358 പ്രകാരം 1/7/2024 മുതൽ ഇന്ത്യൻ പീനൽ കോഡ് റദ്ദാവുന്നു. അത് സെക്ഷൻ 358 പറയുന്നു. എന്നാൽ 1/7/2024 മുമ്പ് ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കും. അതുപോലെ തന്നെ ചില സേവിങ്സ് ഉണ്ട്, നിലനിർത്തലും പറയുന്നുണ്ട്. റിപ്പീൽ ആൻഡ് സേവിങ്സ് എന്ന് പറയും. അത് ചാപ്റ്റർ 20 ആണ്. അപ്പോൾ 358 സെക്ഷൻസ്. അവിടെ BNS മൊത്തം 20 ചാപ്റ്റർ ഉണ്ട്, 358 സെക്ഷൻസ് ഉണ്ട്. അടുത്ത നമ്മൾ ഇനിയിപ്പോഴേ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1 കടക്കുവാണ് കേട്ടോ. ചാപ്റ്റർ 1 പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലോ അല്ലെങ്കിൽ ഈ ക്ലാസ് നമ്മുടെ മൊബൈൽ ആപ്പിൽ കിട്ടും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാകും. അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിനെ സംബന്ധിച്ച് കമൻറ്റ് ഇട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തുള്ള ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.